ഇപ്പോൾ രവിച്ചായൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ സെൻറ്റ് തോമസ് CSI ചർച്ച് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിൽ ഒരു നമ്മുടെ നെയ്ബർഹുഡ് മിഷൻ്റെ വകയായിട്ട് ഒരു പ്രോഗ്രാം ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് നൈറ്റ് ചെയ്യുവാൻ ഈ അനുഗ്രഹീത ഗായകരോടൊപ്പം ബ്രദർ ജോസ് ജോൺ ആൻഡ് ബ്രദർ മാത്യു ജോണിനോടൊപ്പം എനിക്കും ദൈവം സഹായിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരോടൊക്കെ കൂടെ എനിക്കും പല വേദികളിലും പാടുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. വീണ്ടും വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരെ ഒന്നിച്ച് കൂടുവാനും ഒന്നിച്ച് വേദി പങ്കിടുവാനും ദൈവം സഹായിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ദൈവത്തിന് വേണ്ടി പാടുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഏകദേശം 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെയായിരുന്നു. അലക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സെലസ്റ്റിയൽ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ പ്രിയ സഹോദരൻ ജോസ് ജോർജും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീടുള്ള സമയങ്ങളിലെല്ലാം കേരളത്തിന് പുറത്ത് പോയി നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും പാടുവാനും പല ചർച്ചസുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് ദൈവവേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവവേല ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെക്യുലർ ഫീൽഡിലൊക്കെയും പോയി ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും നമുക്ക് അതിൻ്റെ ആ പാട്ടിലോട്ട് പാടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ അത് പാടരുതെന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവൊന്നും വളരെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. വചനം പഠിക്കും, ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകുമെങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റുകളെല്ലാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവ് പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത്. അപ്പം അതനുസരിച്ച് പിന്നെ മുൻപോട്ട് പോകാൻ ദൈവം ഇടയാക്കി. പൂനായുടെ പ്രദേശത്തായിരുന്ന സമയത്ത് അവിടെ എനിക്ക് ഒരു ഓർക്കസ്ട്ര തന്നെ ഒരു ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും അവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ഈ ഒരു സംരംഭത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെയധികം ചർച്ചസിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 90s ഒരു കാരുണ്യം എന്ന് പറയുന്ന ഒരു കാസറ്റ് എനിക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത് പാട്ടുകളാണ് അതിൽ. വളരെ വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി റീച്ച് ചെയ്യാനുള്ള ഒരു പബ്ലിസിറ്റിക്കുള്ള ഒരു വേസ് ഒന്നും എനിക്കില്ലായിരുന്നു. എനിവേ അന്നത്തെ അവിടെയുള്ള ന്യൂസ് പേപ്പറിലൊക്കെ അതിനെക്കുറിച്ച് പറയുകയും വളരെ എൻകറേജ്മെൻറ്റ് എനിക്ക് പലതിൽ നിന്നും ലഭിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും ബൈ ദ സൈഡ് ഐ വാസ് ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് ജോബ്. പിന്നെ തിരിച്ച് വീണ്ടും ഇവിടെ ഒഹായുടെ പ്രദേശത്ത് വന്നു. അവിടെയും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. അവിടുത്തെ OMCC ഒഹായോ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷനിൽ ഒരു എക്യുമെനിക്കൽ ചർച്ചാണ്. അവിടെയും കൊയർ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുവാൻ എന്നെ ദൈവം സഹായിച്ചു. വളരെ അവിടെയും ഒത്തിരി ചർച്ചസുമായിട്ട് എനിക്ക് വളരെ അഫിലിയേഷൻ ഉണ്ടായിരുന്നു. അത് കാത്തലിക്സ് ആയാലും ജേക്കബൈറ്റ് ആയാലും ഓർത്തഡോക്സ് ആയാലും മർത്തോമ ആൻഡ് പെന്തക്കോസ്റ്റ് ചർച്ച് എല്ലാ ചർച്ചസുമായിട്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക്കിൻ്റെ പ്രോഗ്രാംസ് ചെയ്യുവാൻ എന്നെ ദൈവം സഹായിച്ചു. ഇപ്പോഴും ദൈവത്തിൻ്റെ കരുണയാൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെയും ഒപ്പം എനിക്ക് പാടുവാൻ ദൈവാവസരം ഒരുക്കിയതോർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ രവിച്ചായനെ പ്രത്യേകം ഞാൻ രവിച്ചാനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഏകദേശം 2 വർഷം ആവുന്നേ ഉള്ളൂ കൊളംബസ് ഒഹായോ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഹ്യൂസ്റ്റണിലോട്ട്. അപ്പം ആദ്യം വന്നപ്പോൾ എനിക്ക് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എൻ്റെ മ്യൂസിക് മിനിസ്ട്രി ഞാൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഒത്തിരി ഞാൻ വിഷമിച്ചു. പിന്നെ ഞാനെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന ഇടങ്ങളിൽ നമ്മളെ ഒരിക്കലും തനിയെ വിടുകയില്ല എന്നുള്ള ഒരു ബോധം എൻ്റെ ഉള്ളിൽ ദൈവം തന്നു. അതുകൊണ്ട് ദൈവം കൊണ്ടുവന്നാണെങ്കിൽ ദൈവം പ്രവർത്തിച്ചോളൂ. അങ്ങനെയാണ് രവിശാനെ കാണുന്നതും പരിചയപ്പെടുന്നതും. രവിശാൻ ഒരുപാട് എൻകറേജ്മെൻറ്റ് തന്നു. രവിശാൻ്റെ മ്യൂസിക് സ്കൂളിൽ പോകാനും അവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാം പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം തന്നു.
അതിനായിട്ട് പ്രത്യേകിച്ച് അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്നും നമുക്ക് അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന എല്ലാവരോടുമുള്ള ബ്രദർ ആൻസനോടും ബ്രദർ അനീഷ് തങ്കച്ചനോടും അങ്ങനെ എല്ലാവരോടുമുള്ള എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് ഭാഗ്യമുണ്ടായത്, ബ്രദർ അനീഷ് തങ്കച്ചൻ എഴുതിയ ഒരു പാട്ട്, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അതെനിക്ക് പാടുവാനും എനിക്ക് ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 മക്കള്, 3 കൊച്ചുമക്കളുണ്ട്. അതിൽ മൂത്ത കൊച്ചുമകൻ്റെ പേരാണ് ഐസയ എബ്രഹാം തോമസ്. അവനും വളരെ ഗിഫ്റ്റഡ് ആണ്. വളരെ എന്താ പറയുക, ദൈവത്തിന് വേണ്ടി പാടുവാൻ അവനെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം. നമ്മുടെ ഈ ക്രിസ്ത്യൻ മ്യൂസിക്കൽ നൈറ്റിന് പാട്ടുണ്ടായിരുന്നു, ഐസയുടെ പാട്ടുണ്ടായിരുന്നു. വളരെ നല്ലതായിരുന്നു. വളരെ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. തുടർന്നുള്ള സമയത്ത് ഇതുപോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ ഒന്നിച്ച് ഹൂസ്റ്റണിൽ നല്ല ക്രിസ്ത്യൻ ടീം കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ, അവരെ ട്രെയിൻ ചെയ്യാനും മേഴ്സിയാണിലും മ്യൂസിക് സ്കൂളിൽ ട്രെയിൻ ചെയ്യാനുള്ള താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. മേഴ്സി ഇതിൽ പങ്കെടുത്തു. മാത്യു ജോണ്, ജോസ്, ആൻസൻ്റെ മക്കൾ, മറ്റു പലരും ഉണ്ട്. എനിക്ക് അവരുടെ എല്ലാവരുടെയും പേരറിയാൻ പാടില്ല. എന്നാലും എത്രയോ നല്ലൊരു പ്രോഗ്രാമായിരുന്നു എന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ഓൾ വെരി മച്ച് ഫോർ ദിസ്. താങ്ക് യു ഹ്യൂസ്റ്റൺ വോയിസ് ഫോർ ദിസ് media presentation also. Thank you.